നമസ്കാരം. സമര സ്റ്റാൻഡ് വിട്ടവരും വിടാത്തവരും, സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥി സമരം തീർക്കാൻ പ്രിൻസിപ്പലിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നതിന് മാനേജ്മെൻറ്റ് തീരുമാനം. പ്രിൻസിപ്പൽ മകളെ 5 വർഷത്തേക്ക് ബലി കൊടുക്കാനാണ് അച്ഛൻ ഡയറക്ടർ എൻ നാരായണൻ നായരുടെ തീരുമാനം. ഭൂമി പ്രശ്നം, അഫിലിയേഷൻ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങി പുതിയ തലവേദനകൾ ഉയർന്നു വരുന്നു. വിദ്യാർത്ഥി സമരം എന്ന പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം തലയൂരാൻ CPM-നോട് ആലോചിച്ചെടുത്ത തീരുമാനം മനസ്സുണ്ടായിട്ടല്ല. ഇങ്ങോട്ട് നോക്കൂ, അച്ഛന്റെ കുട്ടി ഇതൊന്ന് മൂക്കിലണിഞ്ഞിട്ട് വരൂ, ഒന്ന് കാണട്ടെ. അച്ഛൻ മുഖം തിരിച്ച് ഇതിലേക്ക് നോക്കുക. ഇഷ്ടായില്ല അച്ഛൻ മാറ്റി വാങ്ങാം. എനിക്ക് കാണണ്ട. കുട്ടി ഒന്ന് നോക്കുക. വേണ്ട. പിന്നെ ആർക്ക് വേണ്ടിയാ മോളെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു? അതിന് അച്ഛന്റെ ഹാർമോണിയം വിൽക്കണമായിരുന്നോ? ഞാൻ എന്തോ പൊട്ടത്തരം വിളിച്ചു പറയണ കേട്ടിട്ട് വെറുതെ ചുണ്ടി പിടിപ്പിക്കാൻ എന്തെങ്കിലും പറയുന്നല്ലാതെ എനിക്കറിയാം, നന്നായിട്ട് അറിയാം അച്ഛൻ അതിനോടുള്ള ബന്ധം. ഓ, അതിലെന്താ അത്ര ബന്ധം? ഈ ഭൂമിയിലെ സ്വന്തമൊന്നും ബന്ധമൊന്നും പറയാൻ ആകെയുള്ളത് എന്റെ മോള് മാത്രം. ഉള്ളിൽ കരഞ്ഞും കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ കളി പറയണ്ട. എന്താ എന്റെ ശിവനെ ഞാനിനി വേണ്ടേ? അപ്പോൾ ഇനി 2 മാസമേ ഉള്ളൂ. മറ്റെല്ലാ കുട്ടികളുടെ കാര്യമൊക്കെ അവതാളത്തിലാണ് എത്തിക്കുന്നത്. നീട്ടിക്കൊണ്ട് പോയാൽ ശരിയല്ല. 5 വർഷത്തേക്ക് ഇവിടെ വേണ്ടാതാണ്. തിരിച്ചു വന്നാൽ പിന്നെ ആലോചിക്കും. പഠിപ്പിക്കാൻ പറ്റില്ല. അധ്യാപികയാണ്. മനസ്സില്ലാ മനസ്സോടെ മാനേജ്മെൻ്റ് എടുത്ത തീരുമാനം SFI ഒഴികെയുള്ള ഭൂരിപക്ഷം വിദ്യാർത്ഥി സംഘടനകൾക്കും സ്വീകാര്യമായിട്ടില്ല. പ്രിൻസിപ്പലിനെ മാറ്റുന്നതടക്കമുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരമായെന്നും സമരം വൻ വിജയമായെന്നുമാണ് SFIയുടെ അവകാശവാദം. വൈകിയാണെങ്കിലും ഉശിരോടെ സമരരംഗത്ത് വന്ന SFI മാനേജ്മെൻറ്റ് തീരുമാനത്തെ തുടർന്ന് സമരത്തിൽ നിന്ന് ആദ്യം തലയൂരി. പിടിച്ചിരുന്നോ? വിട്ടോ, ശരിക്കും പിടിച്ചോ? പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞ് പകരം വൈസ് പ്രിൻസിപ്പാൾ മാധവൻ പൂറ്റിയെ പ്രിൻസിപ്പാളിൻ്റെ ചുമതല കൊടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ, കുറഞ്ഞത് 5 വർഷത്തേക്ക് ഈ സ്ഥാപനത്തിൽ ഫാക്കൽറ്റി ആയിട്ട് പോലും ലക്ഷ്മി നായർ വരില്ല എന്ന ഉറപ്പും SFI സമരത്തിന്റെ ഭാഗമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഡിയർ ഫയർഫോഴ്സ്, തെരച്ചിൽ നിർത്തിക്കൊള്ളൂ. നിങ്ങൾ ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഡെഡ് ബോഡി ജീവനോടുകൂടി തിരിച്ചു വന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ, അർമാദിക്കിൻ. വിദ്യാർത്ഥികൾ ന്യായമായി വെച്ച മുദ്രാവാക്യങ്ങളെല്ലാം ഇവിടെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സമരം, SFI നടത്തിയ ഈ സമരത്തെ പൂർണ്ണ വിജയമായി ഞങ്ങൾ കാണുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ലോ അക്കാദമിയിൽ കഴിഞ്ഞ 20 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന സമരം അവസാനിപ്പിക്കാനും SFI തീരുമാനിച്ചിരിക്കുകയാണ്. സാകളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കുറുക്കന്റെ തല കുടത്തിൽ കുടുങ്ങിയതുപോലെ ഈ സമരത്തിലിറങ്ങി ഇപ്പോൾ ആകെ തലയൂരാൻ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന SFI ആ കെണിയിൽ വീണ് ഈ സമരത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം നടക്കുകയാണ്. വിപ്ലവഗാനം പാടിയ SFI കൊട്ടിപ്പാട്ടുകാർ സമരം പിൻവലിച്ച് സ്റ്റാൻഡ് വിട്ടുവെങ്കിലും മറ്റേ കൊട്ടിപ്പാട്ട് സംഘമായ AISF-കാർ സ്റ്റാൻഡ് പരിസരത്തു തന്നെ ഉറച്ചു നിൽപ്പുണ്ട്. SFIയുടെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് KSU, ABVP, MSF സംഘടനകളും സമരം തുടരും.
SFI എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും പേറ്റന്റ് അവകാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ കേരളത്തിലെ പ്രബലമായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഇവിടെ ഐക്യ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. പ്രിൻസിപ്പൽ രാജിവെക്കണമെന്നത് സംയുക്ത വിദ്യാർത്ഥി ഐക്യത്തിന്റെ ആവശ്യമാണ്. മുത്തിയമ്മ പോലെ വന്ന് പുലിയെ പോലെ ചീറി നിന്ന ഇവരെന്താണ് ഈ പറയുന്നത്? 5 വർഷത്തിനുള്ളിൽ തിരിച്ചു വരാവുന്ന എന്തോരം വകുപ്പുകൾ ബാക്കി നിർത്തിയിട്ടാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കോംപ്രമൈസിലേക്ക് ഇവർ തിരിഞ്ഞോന്നറിയോ? ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി പാർട്ടിക്ക് നൽകിയ ഒരു ഉറപ്പിന്റെ മേലെ ഈ സമരം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് വേണ്ടത് രാജിയാണ്, പ്രിൻസിപ്പളിന്റെ രാജി, കംപ്ലീറ്റ് ആയിട്ടുള്ള രാജി. ഞങ്ങൾ ആദ്യം തൊട്ട് പറയുന്നത് ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം തുടങ്ങിയ സമരമല്ല, ഇനി വരാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള സമരമാണ്. മുത്തിയമ്മ പോലെ വന്ന് പുലിയെ പോലെ ചീറി നിന്ന പ്രിൻസിപ്പാളേ പ്രിൻസിപ്പാളേ ഗോ ബാക്ക് ഗോ ബാക്ക്. ഞങ്ങൾ രാജിവെക്കുന്നവരെ സമരം തുടരും. കാരണം മാറ്റി നിർത്തുക എന്ന് പറയുന്നതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. നിയമപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല, മാഡത്തിന് 5 വർഷത്തിന് ശേഷം തിരിച്ചു വരിക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനാവുന്ന കാര്യമില്ല. കാരണം ഇതിനു മുമ്പ് 1.5 വർഷത്തേക്ക് മാഡം കോളേജിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പണ്ടൊരു സമരം ഉണ്ടായി. അതിനുശേഷം മാഡം പൂർവാധികം ശക്തിയോട് തിരിച്ചു വന്ന് അതിനേക്കാൾ മോശമായൊരു ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ബുദ്ധിയമ്മ പ്രിൻസിപ്പാൾ രാജിവെക്കണം, ബുദ്ധിയുള്ള പ്രിൻസിപ്പാൾ ചാർജ് എടുക്കണം. SFI AKJ സെന്ററിൽ വെച്ച് SFI മാനേജ്മെന്റും തീർത്ത തിരക്കഥയുടെ പര്യവസാനമാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തെയും ഇവിടെ നിരാഹാരം കിടന്ന വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നാളെ മുതൽ SFIയുടെ ആളുകൾ ഇവിടെ ഈ ക്യാമ്പസിൽ പഠിക്കാൻ വേണ്ടി കയറാൻ വേണ്ടി തയ്യാറാവുകയാണ്. അത് SFIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിൽ അവർ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്ത ഏറ്റവും വലിയ വിഡിത്തമായ വഞ്ചനയാണ്. കാലം പഴയ കാലമല്ല, പട്ടിക്കാട്ട് മൂത്തമ്മേ, കോലം മാറി ഫാഷൻ മാറി മാറ്റി ചട്ടം മൂത്തമ്മേ. ഞങ്ങൾ നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. പ്രിൻസിപ്പൾ ഇല്ലാതെയായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടന്നത്. പ്രിൻസിപ്പൾ ഇത് അംഗീകരിച്ചിട്ടില്ല. പ്രിൻസിപ്പളിന് തന്നെ സ്റ്റേക്ക് പോകാം. അതുപോലെ മാനേജ്മെന്റ് പറഞ്ഞു കുറച്ച് കാലത്തേക്ക് മാറ്റി നിർത്താം. 5 വർഷം എന്ന് പറയുന്ന സ്പാൻ മാനേജ്മെന്റ് പുറത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ മാനേജ്മെന്റ് പറഞ്ഞു DBAR നിലനിൽക്കുന്നിടത്തോളം കാലമെന്ന്. DBAR നിലനിൽക്കുന്നത് മാമിന് പോയി വീണ്ടും സ്റ്റേ ചെയ്യാം. ഞങ്ങൾക്കൊക്കെ വ്യക്തമായ ബോധ്യമുണ്ട് ഇതെന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത്. ഞങ്ങൾ വിദ്യാർത്ഥിനികൾ സമരരംഗത്തേക്ക് വന്നത് പ്രിൻസിപ്പളിന്റെ രാജിയുമായിട്ടാണ്. പ്രിൻസിപ്പളിന്റെ രാജി വരെ ഞങ്ങൾ വിദ്യാർത്ഥിനികൾ സമരം ചെയ്യും. കാലമല്ല, പട്ടിക്കാട്ട് മൂത്തമ്മേ, കോലം മാറി ഫാഷൻ മാറി മാറ്റി ചട്ടം മൂത്തമ്മേ. സമരം MSFന്റെ സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ SFIനെ കണ്ടല്ലേ സമരം തുടങ്ങിയത്. MSF, ASF, KSU, ABP എന്ന സംഘടനയാണ് തുടങ്ങിയത്. അതുകൊണ്ട് SFIന്റെ പിന്മാറ്റം ഈ സമരത്തെ ഒരു നിലക്കും ബാധിക്കില്ല. മൂന്നാറിലെ പൊമ്പിള ഒരുമയെ പോലെ വിദ്യാർത്ഥി സംഘടനകളുടെ ബാനറിൽ അല്ലാതെ സമരം ചെയ്ത ഹോസ്റ്റലിലെ ചാൻസി റാണിമാരും സമരം പിൻവലിച്ചിട്ടില്ല. കേവലം 5 വർഷത്തേക്ക് മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാവുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഡോക്യുമെന്റിനെ വിശ്വസിച്ച് ഞങ്ങൾ എന്താണ് ഈ സംഭവം നിർത്താൻ പോകുന്നില്ല. അത് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായ ധാരണയാണ്. പണ്ടൊക്കെയായിരുന്നു പെൺകുട്ടികളെ കത്തിച്ച് പലതും നേടിയെടുക്കാൻ പറ്റുന്നത്. വിദ്യാർത്ഥികളുടെ സമരത്തിനിടയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് കാര്യം എന്ന് മനസ്സിലാകുന്നില്ല. സമരത്തിന് പിന്തുണ നൽകുന്നതൊക്കെ നല്ലതു തന്നെ. പക്ഷേ ലോ അക്കാദമി സമരം റാഞ്ചാൻ തന്നെ തീരുമാനിച്ച് BJP വി മുരളീധരനെ നിരാഹാരമിരുത്തി. കഴക്കൂട്ടത്ത് നിന്ന് വി മുരളീധരൻ ഭാഗ്യപരീക്ഷണം വട്ടിയൂർക്കാവിലേക്ക് മാറ്റുകയാണോ എന്ന് ഭയപ്പെട്ട് കെ മുരളീധരൻ MLAയും സമരത്തിന് ഒരുങ്ങുകയാണ്. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ? ഇന്ന് തീരുമാനമല്ലാവോ?
ഒരു ദിവസം കൂടി അങ്ങോട്ട് ക്ഷമിക്ക്. ഈ മയിൽക്കുട്ടി അടിച്ചിട്ട് മാതിരി ഇങ്ങനെ ഇരിക്കില്ല. എന്തൊക്കെ മുദ്രാവാക്യം വിളിക്ക്. എനിക്ക് വയ്യ, വിശന്നിട്ട് തല ഇറങ്ങ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞിട്ട് അവസാനം തന്തയില്ലാത്ത പരിപാടി കാണിച്ചോണ്ടല്ലോ. ഒന്ന് മെല്ലെ പറയടൂ, ആൾക്കാർ കേൾക്കും. എല്ലാരും കേക്കട്ടെ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും പോവും. എനിക്ക് വിശന്നിട്ട് വയ്യ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോഴഴലിൽ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോൾ തൊഴുകൈ കുടം നീർ ആത്മാവിനിത്തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. സമരം റാഞ്ചാൻ വന്ന BJP പ്രവർത്തകർ പോലീസിൻ്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങി ജില്ലയിൽ ഹർത്താലും പ്രഖ്യാപിച്ചു. ഏറ്റവും കൂടുതൽ ഹർത്താലുകൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ ദുരിതത്തിലാക്കി ഹർത്താൽ പാർട്ടി എന്ന പേര് സമ്പാദിക്കാനാണോ BJPയുടെ പരിപാടി എന്നറിയില്ല. ഇടവഴിതന്നെതിരെ ഒരു ഇടവഴിതന്നെതിരെ ഒരു തോക്ക് കിട്ടിയിട്ടാ അവസാനം തോക്കുകളാണ് പറയരുത്. കറുത്ത തോക്ക ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിരുന്നു. നിങ്ങളിലേണോ? കാണാത്തതു കണ്ടു നടക്കണ കാഴ്ചക്കാരുടെ നാടാണ്. എഴുതാപ്പുറമെല്ലാം വായിച്ചാനന്ദിക്കണ നാടാണ്. ഇടവും പലവും തിരിയും നേരം പിടിയും പതിയും പതിവാണ്. നേരും നെറിയും പേരിത് പോലും കാണാനില്ലല്ലോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ നടന്ന് നിറയിക്കാൻ വയ്യ. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പിടിമുറുകും ചരടിന് മുകളിൽ വെറുതെ ഒരു ചരട് വലിച്ചധികാരത്തിൽ തുടരാൻ ഒരു ഒരു വട്ടം കാണാതായാൽ മറുവട്ടം കാണാമേ. ഹൈറത്തെ കോമാളിത്തം ആരോടും പറയാതെ അടിതെറ്റിപ്പോയാൽ ആനക്കുഴിതൻ ചതിയുണ്ട്. അതെ, ഉച്ചക്കത്തെ ന്യൂസിൽ കാണിക്കോ. ഈ സമരം സമാധാനപരമായിട്ടുള്ള സമരമായിട്ടാണ് നടന്നിട്ടുള്ളത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങളെ തുടർന്നാണ് ഈ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുള്ളത്. പോലീസ് ജനാധിപത്യപരമായിട്ട് നടക്കുന്ന സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണിപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി നായർ രാജിവെക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് വേണ്ടത്. അതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് അവസാനം ഉണ്ടാവൂ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. ഇരട്ട ചങ്കനെതിരെ CPIയുടെ കുഞ്ഞാടുകൾ. ഇടവേളയ്ക്ക് ശേഷം. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വാക്കുലിയാടിയില്ല എന്നത് അപമാനകരമാണ്, അപമാനകരമാണ്, അപമാനകരമാണെന്ന് സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വക്ര